നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. മിൽമ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ സെയിൽസ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് വിവിധ ജില്ലകളിൽ ഒഴിവുകളുണ്ട്. അതിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് സെപ്റ്റംബർ 4 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ, എവിടെയൊക്കെയാണ് വേക്കൻസികൾ, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. മിൽമയ്ക്ക് വേണ്ടി ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ CMD, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. അവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. www.cmd.kerala.gov.in ഈ സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം അപേക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും പറ്റും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് 2026 ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം പറയാം. തിരുവനന്തപുരം 1, പത്തനംതിട്ട 1, എറണാകുളം 1, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഈ ഇത്രയും സ്ഥലങ്ങളിൽ 6 ഒഴിവുകളാണ്. എല്ലായിടത്തും ഓരോ ഒഴിവുകൾ വീതമാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലാക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള MBA മാർക്കറ്റിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം 1 വർഷം ഡയറി സെക്ടറിലുള്ള സൂപ്പർവൈസർ പൊസിഷനുള്ള എക്സ്പീരിയൻസും വേണം. ഇത്രയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/8/2026 അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ്. അതിൽ 40 വയസ്സാകുന്നവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പളമായിട്ട് പ്രതിമാസം ഇൻസെൻറ്റീവ് എല്ലാം ഉൾപ്പെടെ 47,000 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് ലൊക്കേഷനാണ് നമ്മളെ പ്രിഫർ ചെയ്യുന്ന കാര്യം കൊടുക്കുമ്പോൾ പല 6 വേക്കൻസികളുണ്ട്. അതിൽ എവിടെയാണോ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം നമ്മൾ കാണിച്ചിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നമ്മൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്യണം. ഒരു ഫുൾ സിഗ്നേച്ചർ വെള്ള പേപ്പറിൽ സിഗ്നേച്ചർ എടുത്തതിന് ശേഷം സ്മോൾ ലെറ്ററിലായിരിക്കണം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്കുള്ള സെയിൽസ് ഓഫീസേഴ്സിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ടീമിൻ്റെ കോർഡിനേഷൻ നടത്തുക, അതുപോലെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ബിസിനസ് ഫോർകാസ്റ്റിംഗ് എവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കുക, അതുപോലെ മാർക്കറ്റ് സ്റ്റഡി എവിടെയൊക്കെ പോരായ്മകളുണ്ട്, എവിടെയൊക്കെ കൂടുതൽ സ്കോപ്പ് ഉണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ മെൻറ്ററിങ്, സ്റ്റാഫിനൊക്കെ ആവശ്യമുള്ള മെൻറ്ററിങ് കൊടുക്കുക, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, മാർക്കറ്റ് ഇൻ്റലിജൻസ്, അതുപോലെ സെയിൽസ് ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്യൂട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ സെപ്റ്റംബർ 4 മുമ്പ് അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള CMD www.cmd.kerala.gov.in എന്നുള്ള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. താല്പര്യമുള്ളൊരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. Thank you very much.